LDF സർക്കാരിന് നല്ല സ്വഭാവ സർട്ടിഫിക്കറ്റ് നൽകിയ സംഭവത്തിൽ ശശി തരൂർ എംപിക്ക് നല്ല ഉപദേശം കൊടുത്തിട്ടുണ്ടെന്ന് KPCC അധ്യക്ഷൻ കെ സുധാകരൻ എംപി പറഞ്ഞു. ഉദുമയിലെ പ്രിയദർശിനി മന്ദിരം ഉദ്ഘാടനത്തിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഗുണമേന്മയോട് കൂടിയ ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ ശ്രീകൃഷ്ണ ഹാർഡ്വെയർസ് MG റോഡ് കാസർഗോഡ്. ശശി തരൂർ പറഞ്ഞത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്. വ്യക്തികൾക്ക് പല തീരുമാനവും ഉണ്ടാകും. കോൺഗ്രസ് പാർട്ടിക്ക് പാർട്ടിയുടേതായ തീരുമാനമുണ്ട്. ഹൈക്കമാൻഡും KPCCയും പറയുന്ന പാർട്ടിയുടെ തീരുമാനമാണ് ഔദ്യോഗികമായി ഞങ്ങൾ അനുസരിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യുന്നത്. അതിന് പ്രാപ്തരായ നേതാക്കളുള്ള പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് KPCC അധ്യക്ഷൻ കെ സുധാകരൻ എംപി പറഞ്ഞു. ഉദുമയിലെ പ്രിയദർശിനി മന്ദിരം ഉദ്ഘാടനത്തിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ശശി തരൂറിന്റെ ആ അഭിപ്രായത്തെക്കുറിച്ച് നമുക്ക് കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയുടെ ഒരു തീരുമാനമാണ്. വ്യക്തികൾക്ക് തീരുമാനങ്ങളില്ലാതെ, പക്ഷെ പാർട്ടി തീരുമാനമാണ്, പാർട്ടി അഭിപ്രായമാണ്. അത് ഔദ്യോഗികമായി ഔപചാരികമായി നമ്മൾ അനുസരിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യുന്നത് ഞങ്ങളുടെ അഭിപ്രായമല്ല, പാർട്ടിയുടെ അഭിപ്രായം. അതുകൊണ്ട് പാർട്ടിയുടെ അഭിപ്രായത്തോടൊപ്പമാണ് പാർട്ടി എന്ന് മാത്രം ഇതേക്കുറിച്ച് നിങ്ങൾ മുതിർന്ന നേതാക്കളും CWCയിൽ നിന്ന് ശശി തരൂർ മാറി നിൽക്കണമെന്നൊരു ആവശ്യമില്ല. അതൊക്കെ പാർട്ടി നിശ്ചയിക്കട്ടെന്ന്. ഹൈക്കമാൻഡൊക്കെ വളരെ പ്രാപ്തിയുള്ള കഴിവുള്ള നേതാക്കന്മാരുടെ കൈകളിലാണ് ഈ പാർട്ടിയുടെ. അതവർ ചിന്തിച്ചോട്ടെ, അവരെ ആലോചിച്ചോട്ടെ, അവർ തീരുമാനമെടുത്തോട്ടെ. KPCC പ്രസിഡന്റ് എന്ന രീതിയിൽ എന്താണ് നല്ല ഉപദേശം കൊടുത്തിട്ടുണ്ട് ശശി തരൂർ. നല്ല ഉപദേശം. വ്യക്തിപരമായി ഞാൻ എന്റെ സ്വാതന്ത്ര്യമെല്ലാം എടുത്ത് CPM ഭരിക്കുന്ന കാലത്ത് പാർട്ടിക്കാരായ കൊലക്കേസ് പ്രതികളെല്ലാം ജയിൽ സൂപ്രണ്ടുമാരായി മാറുകയാണ്. പരാതി പറഞ്ഞാൽ കണ്ണൂരിൽ നിന്നും വിയ്യൂരിലേക്ക് മാറ്റും. അവിടെയും പഴയത് തന്നെ ആവർത്തിക്കും. പെരിയ കേസിലെ പ്രതികൾക്ക് പരോൾ നൽകുന്നതിനെതിരെ ചെയ്യാവുന്നതൊക്കെ ചെയ്യുമെന്നും കെ സുധാകരൻ പറഞ്ഞു. പരോൾ കൊടുക്കുന്നതിൽ തെറ്റില്ല. പരോളിൽ പുറത്തു പോകുമ്പോൾ കുറെ നിയമങ്ങളൊക്കെ അനുസരിക്കാനുണ്ട്. അതൊന്നും CPMകാർക്ക് ബാധകമല്ല. ഇവർ ഭരിക്കുന്നു, അവരെ പുറത്തുവിടുന്നു, അവർ തോന്നുന്നത് പോലെ ചെയ്യുന്നു. ഇത് CPM ഭരിക്കുന്ന എല്ലാ കാലത്തും ഉണ്ടാകുന്ന സംഭവമാണ്. അതിനുള്ള പ്രതിരോധവും പ്രതിഷേധവും വിമർശനങ്ങളും ഞങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്നും സുധാകരൻ കൂട്ടിച്ചേർത്തു. ഇന്നിപ്പോ ശരത്തിന്റെയും കൃപേഷിന്റെയും കേസുകൾ ഇവിടെ ഏതെല്ലാം തരത്തിൽ മാറ്റിമറിക്കാൻ CPMന്റെ ഗുണ്ടകൾ ശ്രമിച്ചു, CPMന്റെ നേതാക്കൾ ശ്രമിച്ചു, CPMന്റെ നാണം കെട്ട വക്കീലന്മാർ ശ്രമിച്ചു. പക്ഷേ ഒരു ചുക്കും ചുണ്ണാമ്പും പൊരിക്കാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടില്ല. ആ നിയമത്തെ സംരക്ഷിച്ചുകൊണ്ട് തന്നെ കാത്തു സൂക്ഷിച്ചുകൊണ്ട് തന്നെ അതിന് ഞങ്ങൾ കണ്ണിൽ എണ്ണയൊടിച്ച് കാത്തിരിക്കുന്നത് പോലെ ഈ കേസിന്റെ അകത്ത് എന്തെങ്കിലും കൃത്രിമം കാണിക്കാൻ നിങ്ങളുടെ ഉദ്യോഗസ്ഥന്മാർ നിങ്ങളെ പ്രേരിപ്പിക്കുന്നു എങ്കിൽ അവിടെ നടക്കുന്നത് ചോരക്കളമായിരിക്കുമെന്ന് ഞാൻ ഇവിടുത്തെ CPMകാരെ ഓർമ്മിപ്പിക്കുന്നു. ഞങ്ങളത് വിട്ടുപോകുമെന്ന് നിങ്ങൾ കരുതരുത്. ഞങ്ങൾ അതിന്റെ മുമ്പിൽ ചാടി വീഴും. എന്റെ കുട്ടികൾക്ക് കിട്ടേണ്ടുന്ന അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾ ഇല്ലാതാക്കി അവരുടെ അവകാശങ്ങൾ നഷ്ടപ്പെടുത്താൻ നിങ്ങൾ ശ്രമിച്ചാൽ ഒരു വലിയ പോരാട്ടത്തിന്റെയും ഒരു വലിയ ചോര പോരാട്ടത്തിന്റെയും മുമ്പിലെ ആ വിഷയം തീരൂ എന്ന് ഇവിടുത്തെ ഇടതുപക്ഷക്കാരെ ഞാൻ ഓർമ്മിപ്പിക്കുന്നു. ഓഫീസ് കെട്ടിട നിർമ്മാണ കമ്മിറ്റി ചെയർമാൻ VR വിദ്യാസാഗർ അധ്യക്ഷനായി. KPCC ജനറൽ സെക്രട്ടറി സോണി സെബാസ്റ്റ്യൻ, KPCC അംഗം ഹക്കീം കുന്നിൽ, ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറിമാരായ ഗീതാകൃഷ്ണൻ, ധന്യ സുരേഷ്, ഉദുമ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് KV ഭക്തവത്സലൻ, മഹിളാ കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് മിനി ചന്ദ്രൻ, ഉദുമ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി മുൻ വൈസ് പ്രസിഡന്റുമാരായ P ഭാസ്കരൻ നായർ, KV ബാലകൃഷ്ണൻ മാസ്റ്റർ, നിർമ്മാണ കമ്മിറ്റി കൺവീനർമാരായ വാസു മാങ്ങാട്, B ബാലകൃഷ്ണൻ, പ്രിയദർശിനി, ഷാർജ, ഉദുമ കമ്മിറ്റി അംഗം KM അമ്പാടി തുടങ്ങിയവർ സംസാരിച്ചു. ഉദുമ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് KV ശ്രീധരൻ സ്വാഗതവും ഓഫീസ് നിർമ്മാണ കമ്മിറ്റി ട്രഷറർ അൻവർ മാങ്ങാട് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ഉദുമ.